സൂര്യൻ പാതിവഴിയിൽ മുഖം മറച്ച ഒരു ഉച്ചനേരം. യെരുശലേമിന്റെ വീഥികളിൽ രക്തം പുരണ്ട കാൽപ്പാടുകൾ ശേഷിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നടന്നു നീങ്ങുകയാണ്. തോറ്റതുകൊണ്ടല്ല, മറിച്ച് ലോകത്തെ ജയിപ്പിക്കാനായി സ്വയം തോറ്റുകൊടുത്ത ഒരാൾ. തോളിലേറ്റിയ മരക്കുരിശിനേക്കാൾ ഭാരം ആ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് തന്നെ തള്ളിപ്പറഞ്ഞവർക്കും ഒറ്റിക്കൊടുത്തവർക്കും വേണ്ടിയുള്ള കരുണയായിരുന്നു. ഗത്സമേനിയിലെ ഏകാന്തമായ പ്രാർത്ഥനയിൽ തുടങ്ങി ചമ്മട്ടിവാറുകളിലൂടെയും മുറിവുകളിലൂടെയും പരിഹാസങ്ങളുടെ മുൾക്കിരീടത്തിലൂടെയും ആ യാത്ര നീണ്ടുപോയി. സ്വന്തം കുരിശിൻ ചുമന്ന് കാൽവരിക്കുന്നിലേക്ക് ക്രിസ്തു നടന്നു നീങ്ങിയപ്പോൾ അത് സഹനത്തിന്റെ പുതിയൊരു ചരിത്രം എഴുതുകയായിരുന്നു. ഒടുവിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ സ്നേഹം കുരിശിൽ വിരിഞ്ഞു. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മ തോൽക്കുകയല്ല, മറിച്ച് സ്വയം ബലിയായി മാറുകയായിരുന്നുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നിശബ്ദതയോളം വലിയൊരു പ്രതിഷേധം വേറെയില്ലെന്ന് ആ കുരിശുമരണം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലോകത്തിന്റെ പാപഭാരങ്ങൾ സ്വന്തം തോളിലേറ്റിയ ആ മനുഷ്യസ്നേഹി മരണത്തെ പ്രണയിച്ചത് വരാനിരിക്കുന്ന ഒരു വലിയ പ്രകാശത്തിന് വേണ്ടിയായിരുന്നു. ഓരോ ദുഃഖവെള്ളിയും നമ്മോട് പറയുന്നത് ത്യാഗത്തെക്കുറിച്ചാണ്. സഹജീവിക്ക് വേണ്ടി സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരിയാകാൻ ഓരോ മനുഷ്യനും കഴിയണമെന്ന സന്ദേശം. കാൽവരിയിലെ ആ കുരിശ് വെറുമൊരു മരക്കഷ്ണമല്ല, അത് വിട്ടുവീഴ്ചയില്ലാത്ത കരുണയുടെയും അതിരുകളില്ലാത്ത ക്ഷമയുടെയും അടയാളമാണ്. ഇന്ന് ആ കറുത്ത വെള്ളിയാഴ്ചയുടെ ഓർമ്മയിൽ നാം നിൽക്കുമ്പോൾ ആ വലിയ ബലി നമുക്ക് നൽകുന്നത് ഒരേയൊരു സന്ദേശമാണ്: ദ്വേഷത്തെക്കാൾ ശക്തി സ്നേഹത്തിനുണ്ട്, ഇരുട്ടിനേക്കാൾ കരുത്ത് പ്രകാശത്തിനുണ്ട്.